നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു BS6 വണ്ടി എക്സോസ്റ്റ് മാറ്റി വെച്ചിട്ട് അതിൻ്റെ ടോർക്കാണ് കേട്ടോ. ഞാൻ തൊട്ട് മുന്നേ വീഡിയോ ചെയ്തിരുന്നു. ഒരു മിസ്സിങ്ങുള്ള വണ്ടി രാവിലെ വരുമ്പം ഒരു വീഡിയോ ചെയ്തിരുന്നു. വീട്ടിൽ നിന്ന് വരുമ്പോൾ അതിന് മിസ്സിങ്ങുള്ള വണ്ടി മിസ്സിങ് തീർത്തിട്ടുണ്ട്. അതിൻ്റെ ഓക്സിജൻ സെൻസർ കംപ്ലയിൻ്റ് ആണ്, അത് മാറ്റണം. പക്ഷേ ഞാൻ അതിൻ്റെ ടോർക്കാണ് കാണിക്കുന്നത്. സൈലൻസർ മാറ്റി ഫുൾ ഓപ്പൺ സൈലൻസറാണ്. അപ്പോൾ ഓക്സിജൻ സെൻസർ പോയി എന്ന് കരുതി വണ്ടി പ്രശ്നങ്ങളൊന്നും ഓടും. പക്ഷേ മൈലേജ് നല്ല രീതിയിൽ ഡ്രോപ്പിംഗ് ഉണ്ടാവും കേട്ടോ. ക്യാമറയിലെ ബാറ്ററി കയ്യാറായിട്ടുണ്ട്, മുഴുവനാവുമെന്ന് അറിയില്ല. എന്നാലും ഇത് BS6 ES ആണ്, സെൽഫ് സ്റ്റാർട്ട് വണ്ടിയാണ്. ഇപ്പോൾ രാവിലെ വരുമ്പോൾ ഞാൻ കാണിക്കണമെന്ന് കരുതിയാണ്, കഴിഞ്ഞ വീഡിയോയിൽ കാണിക്കണമെന്ന് കരുതിയാണ്. വീഡിയോ വേറെ ഒന്നിച്ച് തന്നെ ഉൾപ്പെടുത്താമെന്ന് കരുതിയിരുന്നു. പക്ഷേ അതിൻ്റെ മിസ്സിങ് കാരണം അതിൻ്റെ കറക്റ്റ് ലോൻ്റെ ടോർക്ക് നമുക്ക് കാണിക്കാൻ പറ്റില്ല. നോക്കട്ടോ, ടോപ്പ് ഗിയറിലാണ് വണ്ടി പോണത്. നോക്കുക, കറക്റ്റ് നോക്കുക. ജസ്റ്റ് 35 കിലോമീറ്റർ താഴെയായിട്ടാണ് വണ്ടി പോണത് കേട്ടോ. അന്ന് BS6ൻ്റെ സൈലൻസർ മാറ്റി വെക്കണം എന്ന് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. കാരണം BS6 സൈലൻസറിലൊക്കെ ശരിക്കും ഒരു കാറ്റലിക് കൺവെർട്ടർ ബെൻഡിലും അതിൽ സൈലൻസറിൻ്റെ ഇതിലും വരുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു സൈലൻസറിന് അത്രയും കോസ്റ്റ് വന്നിട്ടുള്ളത്. പൊല്യൂഷൻ കിട്ടില്ല, പ്രേമയിൽ നിയമം അനുവദിക്കുന്നില്ല. പക്ഷേ സൈലൻസർ മാറ്റി വെച്ചാലുണ്ടാകുന്ന ഒരു പെർഫോമൻസാണ് അപ്പോൾ നിങ്ങൾ കാണിക്കുന്നത്. പല ആളുകൾ ചോദിക്കാറുണ്ട് വണ്ടിക്ക് സൈലൻസർ മാറ്റി വെച്ച് എഞ്ചിന് വലിയ പ്രശ്നങ്ങളുണ്ടാകുന്നു. സാധാരണ ഇതിൽ എഞ്ചിനൊന്നും കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇതുവരെ അങ്ങനത്തെ ഒരു വിഷയങ്ങളും നമ്മളെ എക്സ്പീരിയൻസിൽ വന്നിട്ടില്ല. കാരണം സൈലൻസർ എന്ന് പറഞ്ഞാൽ ശബ്ദം സൈലൻ്റ് ആക്കുക എന്നുള്ളതാണ്. അതിന് വേറെ ധർമ്മങ്ങളൊന്നുമില്ല. പിന്നെ കാറ്റലിക് കൺവെർട്ടർ വരുന്ന പഴയ മോളിൽ BS4ഉം BS3 ഒക്കെ പിന്നെ അതിൻ്റെ ബെൻഡിലാണ്, സൈലൻസറിൻ്റെ ബെൻഡിലാണ് വരുന്നത്. അപ്പോൾ ഒരു സൈലൻസറിൻ്റെ കാര്യങ്ങൾ ഞാൻ വീഡിയോൻ്റെ മുന്നേ എടുത്തിട്ടുണ്ടെങ്കിലും മുന്നേ ഷോർട്സൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ വേണം ഒന്നും കൂടി ആ വീഡിയോ അങ്ങ് അപ്ലോഡ് ചെയ്ത് തരാം. കാരണം BS6 വണ്ടി ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് ഒരു കെയറിങ് വേണ്ട വണ്ടിയാണ്. പല വീഡിയോകളും വരെ നല്ല കുറച്ച് നല്ല കെയറിങ് വേണ്ട വണ്ടിയാണ്. മറ്റേ BS3 BS4 മാതിരി കെയർലെസ് ആയിട്ട് പിന്നെ കൊണ്ടു നടക്കരുത്. അത്യാവശ്യം കാര്യങ്ങൾ കെയർലെസ് ആയിട്ടെന്ന് ഉദ്ദേശിച്ചാൽ ഞാൻ ഇലക്ട്രിക്കലായിട്ട് വർക്ക് എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ അതുമാതിരി തന്നെ വാട്ടർ സർവീസ് ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക. ബാറ്ററി ഡിസ്കണക്ട് ചെയ്യുന്ന സമയത്ത് നല്ലോണം ശ്രദ്ധിക്കുക. പണി വന്നാൽ കുറച്ചൊരു പൈസ ചിലവുള്ള വണ്ടിയാണ് എന്ന് കരുതി ഭയക്കേണ്ട വണ്ടിയല്ല കേട്ടോ. കാരണം നല്ല സ്മൂത്താണ്. ഈ FI ആയതുകൊണ്ട് നല്ല സ്മൂത്താണ് വണ്ടി. പിന്നെ പോരാത്തതിന് നമുക്ക് നല്ല ഒരു ലോ എൻഡ് ടോർക്കും ഈ വണ്ടി കിട്ടുന്നുണ്ട്. എക്സോസ്റ്റ് മാറ്റി വെച്ചോളൂ. എക്സോസ്റ്റ് മാറ്റാത്ത വണ്ടിക്ക് ഞാനത് 40-35 അബോവ് കാണിച്ചിരുന്നെങ്കിൽ എക്സോസ്റ്റ് മാറ്റിയോട് കുറച്ചും കൂടെ ഒരു ലൈറ്റ് ഗ്ലാസ് ഫുൾ ഓപ്പൺ സൈലൻസറാണ് ഇട്ടേക്കുന്നത്.
ഇതൊന്ന് സ്ലോ ഡൗൺ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. നല്ല രീതിയിൽ സ്ലോ ഡൗൺ ചെയ്തിട്ടുണ്ട്. ഒരു 30 അടുത്തേക്ക് ആയിട്ടുണ്ട്. നോക്കുക, ഇപ്പോൾ കറക്റ്റ് കണ്ടല്ലേ 30. ടോപ്പ് ഗിയറിലാണ് വണ്ടി ഉള്ളത്. ഞാൻ ഗ്രാജുവലാണ് ആക്സിലേഷൻ കൊടുക്കുന്നത്. 4 ഗിയർ ചേഞ്ച് ചെയ്യാതെ ഇതേ ഗിയറിൽ നിന്ന് തന്നെ സ്പീഡ് എടുത്ത് നോക്കുക. അപ്പോൾ ടോപ്പ് ഗിയറിൽ ഇത്രയും നല്ലൊരു പെർഫോമൻസ് BS6 കാഴ്ചവെക്കുന്നുണ്ട്, അതായത് ES കാഴ്ചവെക്കുന്നുണ്ട് കേട്ടോ. കാരണം BS3 BS4 കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സ്റ്റോക്ക് എക്സോസ്റ്റിന് വളരെയധികം സൗണ്ട് കുറവാണ് BS6. പക്ഷെ എന്നിരുന്നാലും വളരെ സൈലൻറ്റ് റൈഡിങ് ആണ് വണ്ടിക്ക്. അത് ശബ്ദം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, മുമ്പ് പറയുന്ന മാതിരി ഓർമ്മപ്പെടുത്തലുണ്ട് ബുള്ളറ്റിൻ്റെ, അത്ര മാത്രമേ ഉള്ളൂ. പക്ഷേ ബുള്ളറ്റിൻ്റെ ആ ഒരു പഞ്ച് എന്ന് പറഞ്ഞാൽ ആ ശബ്ദം കേട്ടുകൊണ്ട് നമ്മൾ ഓടിക്കുമ്പോൾ ശരിക്കും ബുള്ളറ്റിൻ്റെ പഞ്ച് കിട്ടുള്ളൂ. അപ്പോൾ ആളുകൾ കസ്റ്റമേഴ്സ് എന്ത് തന്നെ പറഞ്ഞാൽ അവർക്ക് സൗണ്ട് വേണം. പിന്നെ ഒരു 5000 രൂപ ഫൈനൊക്കെ കിട്ടുന്നപ്പോഴത്തേക്ക് വന്ന് തിരിച്ച് മാറ്റി, എന്തായാലും സൈലൻസർ മാറ്റി വെക്കുകയാണെങ്കിലും ആ മാറ്റി വെക്കപ്പെടുന്നതിൻ്റെ സ്റ്റോക്ക് സൈലൻസർ നല്ല രീതിയിൽ കെയർ ചെയ്യണം കേട്ടോ. രണ്ടാമത് വേണമെന്നുണ്ടെങ്കിൽ 25,000 മുടക്കിയാൽ നമുക്ക് സാധനം പിന്നെ കിട്ടുള്ളൂ. 25 അല്ല 27. അപ്പം BS6 ES എന്ന വണ്ടിനെ ഒരുപാട് നെഗറ്റീവ് പറയുന്നതാണെങ്കിലും സെൻസറുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് നെഗറ്റീവുകളും കാര്യങ്ങളും ആളുകൾ പറയുന്നതാണെങ്കിലും ഭയപ്പെടുന്നതാണെങ്കിലും റൈഡിങ് എന്ന ഒരു റൈഡർ എന്ന് വെച്ച് നോക്കുമ്പം, അതായത് റൈഡറെ ഒരു വണ്ടി ആസ്വദിച്ച് ബുള്ളറ്റ് ഓടിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു സെൽഫ് സ്റ്റാർട്ടും ഡിസ്ക് ബ്രേക്കും റോയൽ എൻഫീൽഡ് സ്റ്റാൻഡേർഡിൻ്റെ എല്ലാവിധ പഞ്ചുള്ളൊരു വണ്ടിയാണ്. മാത്രമല്ല അത്യാവശ്യം മറ്റേ വണ്ടികളെക്കാളും കുറച്ചൊരു മൈലേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനേക്കാൾ സ്മൂത്ത്നെസ്സും ഈ വണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. ബാക്കിയുള്ള കാര്യങ്ങൾ മുന്നേ പറഞ്ഞ മാതിരി ഏതൊരു വണ്ടി എടുക്കുകയാണ്, ഏതൊരു പുതിയ മോഡൽ വണ്ടി എടുക്കുകയാണ്, നമ്മൾ കെയറിങ് ഇപ്പോൾ J series വണ്ടി എടുക്കുക, അതിനൊക്കെ ഒരു കെയറിങ്, എക്സ്ട്രാ കെയറിങ് ആവശ്യമുണ്ട്. ആ ഒരു കെയറിങ് തന്നെ ഇതിനും ആവശ്യമുള്ളൂ. അതേ രീതി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലാത്ത വണ്ടിയാണ്. അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ എവിടെയെങ്കിലും 1 ഒരു 4 5 ഒരു 10 വണ്ടി കംപ്ലയിൻ്റ് ആയി നേരിച്ച് BS6 കാറ്റഗറി വരുന്ന വണ്ടി എല്ലാ വണ്ടിയും കംപ്ലയിൻസ് ഒന്നും അല്ല. അപ്പോൾ ഇത്രയാണ് ഒരു ഷോർട്ട് വീഡിയോ എടുക്കുന്നത്. ക്യാമറയിൽ ബാറ്ററി കുറവാണ്, കുറച്ചുകൂടി കാര്യങ്ങൾ പറയണമെന്ന് കരുതിയിരുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കൂടുതൽ കവറായിട്ട് ഇങ്ങ് വരാം.